ഹലോ, ഇന്ന് നമുക്ക് വിൻ വണ്ടേഴ്സ് പോവാട്ടോ. വിൻ വണ്ടേഴ്സ് എന്ന് പറയുന്നത് ഫുക്കോക്കിലുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഒരു മിനി ഡിസ്നി ലാൻഡ് പോലെയൊക്കെ ഇരിക്കും. ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് നമ്മൾ വിൻപേൾ സഫാരിയുടെ ഓപ്പോസിറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇല്ല, വെറുതെ ചുമ്മാ പണിതിട്ടേക്കാണ് ആ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ വന്ന വഴിയും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് സൺസെറ്റ് ടൗണും പിന്നെ വന്ന വഴിയും ഒക്കെ. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈബൊക്കെ. നമ്മളിത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ, ഷോപ്സ് ഒക്കെ ഉണ്ട്, പിന്നെ അവിടെ കഫേയും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫ്രീ ഫുഡ് ഇവിടെ ഉണ്ട്. അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിശക്കുന്നുണ്ട്, പിന്നെ ഭയങ്കര വെയിലുമാണ്. ഇതേ നമ്മൾ ഈ താഴെ കാണില്ലേ, 3 ലാഖിന്റെ ഫുഡാണ് കേട്ടോ കഴിക്കാൻ പോണേ. പിന്നെ അങ്ങനെ വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. ഒന്നല്ലെങ്കിൽ ചപ്പാത്തി കോംബോ അല്ലെങ്കിൽ റൈസ് കോംബോ. ഞങ്ങൾ രണ്ടും ഓരോന്ന് വാങ്ങിച്ചു. പിന്നെ ഈ 3 ലാഖ് വേണ്ടിന്ന് പറഞ്ഞാല് നമ്മുടെ 1000 രൂപ അങ്ങനെ എന്താണ്ട് ഉള്ളു കേട്ടാ. അവിടെ കൺവേർഷൻ വേറെ ആണല്ലോ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ കുറെ ഷോസ് ഒക്കെ നടക്കുന്നുണ്ട് വിൻ വണ്ടേഴ്സിൽ. അപ്പൊ അതൊന്നും മിസ്സാക്കണ്ടെങ്കിൽ നമ്മൾക്ക് വിൻ വണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് കിട്ടും. ഇത് അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഷോസ് ഒക്കെ നോക്കാം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കിയപ്പം 3:30 എന്തോ ഒരു മെർമെയ്ഡ് ഷോ നടക്കുന്നുണ്ട്. അതിനെന്തേലും പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന് പോവാണേ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബഗ്ഗി കയറി. കുറെ ഏരിയ ഒക്കെ ഉണ്ട്. ഇതിനും ബഗ്ഗി നമ്മൾ സെപ്പറേറ്റ് കാശ് എടുക്കണം കേട്ടോ. ഇതിന് 500 എന്തോ ആയി തോന്നുന്നു. ഇതാണ് നമ്മുടെ സീ ഷെൽ അക്വേറിയം. ഇവിടെയാണ് ഷോ നടക്കണേ. അടിപൊളി കൺസ്ട്രക്ഷൻ അല്ലേ. ഇതാണ് സംഭവം, വലിയൊരു ആമ. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനുള്ളിൽ നമ്മളിങ്ങനെ കയറുമ്പോഴേ പുറത്തിങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും എന്തെങ്കിലും. ഇതേ ഒരു വലിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു കഫേ ഉണ്ട്, ഈ ഡീപ് സീ കഫേ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ നമുക്ക് ഫുഡ് ആക്ച്വലി ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ, ലഞ്ച്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് അറിഞ്ഞത്. കണ്ടോ, നല്ല രസമില്ലേ. ഈ മീനുകളൊക്കെ നോക്കി ഫുഡ് കഴിക്കാൻ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ഷോക്ക് ഇങ്ങനെ നമ്മൾ പോയി സീറ്റ് പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തന്നെ കഷ്ടപ്പെട്ട സീറ്റ് കിട്ടിയേ. അപ്പോൾ നേരത്തെ പോയി പിടിക്കാം. ഈ ഷോ നോക്കിയേ. മിസ്സാക്കണ്ട, അടിപൊളിയാട്ടോ. കണ്ടോളൂ. ഷോ 1/2 മണിക്കൂറുണ്ട്. ഞാൻ ഇച്ചിരി ക്ലിപ്പ് വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ അക്വേറിയം പോലെ തന്നെ കുറെ ഫിഷുകളും ടണലും അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് എനിക്ക് അത്രയൊന്നും തോന്നിയില്ല. പക്ഷെ ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് ലൈക്ക് ഒരു ഫെയറി ലാൻഡിലൊക്കെ പോയ പോലെ ഇത്. ബാക്കിയൊക്കെ നോർമലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഡീപ് സീ കഫേ, നന്നായിട്ടില്ലേ. പിന്നെ നമ്മൾ കുറച്ചുകൂടി നടക്കുമ്പോൾ പെൻഗ്വിൻസിനെ കാണാം. അതും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണണം, പെൻഗ്വിൻസിനെ. ഇവർ നീന്ത നോക്കിയേ. പിന്നെ പെൻഗ്വിൻ ഫീഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ എക്സ്ട്രാ കാശ് കൊടുക്കണം. നമ്മൾ ചെയ്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും പെൻഗ്വിൻസിനെ അതേ കാണാണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞങ്ങൾ നേരെ വെള്ളത്തിൽ ചാടി. വാവയ്ക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ വാവിട്ടേക്കുന്ന സേഫ്റ്റി സ്ലിപ്പൊക്കെ
അത് നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരെ തന്നെ ചില സ്ഥലത്തൊക്കെ ഇറക്കുള്ളൂ. നമുക്ക് വേവ് പൂളിലും പിന്നെ സ്പാർക്ലിംഗ് റിവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ നമുക്ക് പോകാം കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട്. ഇവിടുത്തെ പോലെയല്ല, അവിടെ എല്ലാത്തിലും ആക്സസ് ഉണ്ട്. പിന്നെ എന്താണെന്നറിയോ, ഇവിടെ ഇങ്ങനെ പിള്ളേരെയൊക്കെ വെറുതെ പൂളിലൊക്കെ വിട്ടാക്കിയേക്കാം. ഗാർഡ്സ് ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ അതിന് ധൈര്യം വരുമോ എന്നാലേ. പക്ഷെ വളരെ നല്ല എൻജോയ് ചെയ്തു. പിന്നെ അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അവൻ ഞങ്ങളെ പിടിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പേടിയായിട്ട് ഞാൻ ഇവിടുന്ന് വേഗം ഇറങ്ങി. എന്നിട്ട് ഞാൻ പറയില്ലേ മറ്റേ റൈഡ്സിലൊക്കെ കയറി. പക്ഷേ ഫോൺ ഓഫായി പോയെന്ന്, അതുകൊണ്ട് അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. ഞാനും വെച്ചും അധികമൊന്നും കയറാൻ പറ്റിയില്ല. ബിക്കോസ് ഞങ്ങൾ സ്വാപ്പ് ചെയ്ത് കയറണ്ടേ. പാർട്ട്ണറായിട്ട് പോകുന്ന സംഭവം ട്യൂബ്സൊക്കെ ഇല്ല, അതിലൊന്നും കയറാൻ പറ്റില്ലല്ലോ. അപ്പം അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. പക്ഷേ ഞാൻ 2-3 റൈഡിൽ കയറി. അതിൽ ഒരെണ്ണത്തിന് മാത്രം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ താഴെ എത്തിയതും ഫോൺ ഓഫ് ആവലും ഒരുമിച്ചായിരുന്നു. പിന്നെ ഒരു ഫോൺ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് മുകളിൽ ബക്കറ്റ് കറന്ന് വെള്ളം തന്നെയില്ല. അതാണ് കേട്ടോ ഇച്ചയ്ക്ക് ഇരിക്കണം ആഗ്രഹം. കുഞ്ഞു പിന്നെ ഫുൾ ഹാപ്പി. ഇതെന്തായാലും നല്ല സംഭവം കേട്ടോ. നമ്മുടെ നാട്ടിലെ എല്ലാറ്റിനും കയറ്റില്ല ബേസിക്കലി ഒരു വയസ്സായ കുട്ടീനെ. അപ്പം ഇവിടെ ചെറിയ പിള്ളേർക്കൊക്കെ വന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു ദിവസം മൊത്തം ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു, വിൻ വണ്ടേഴ്സ് മാത്രം ഒരു ദിവസം വന്നാലും നഷ്ടാവില്ല. എല്ലാ ഷോവും കാണാം. പിന്നെ 6:45 വാട്ടറിൽ ഒരു ഷോ ഉണ്ട്, ലൈറ്റ് ഷോ. അത് കാണാം. 6 ഒക്കെ ആകുമ്പോൾ എന്തായാലും ഇത് വാട്ടർ പൂൾസൊക്കെ ക്ലോസ് ചെയ്യും. സോ അതുവരെ നമുക്കിങ്ങനെ മറ്റേ റൈഡ്സും ഇതും ഒക്കെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ കയറി ഇൻസാനിറ്റി ഡ്രോപ്പ്, മറ്റേ ലിഫ്റ്റും തുറന്നിടണേ. എൻ്റെ പൊന്ന് ജീവൻ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും ഇതായിരുന്നു കേട്ടോ വൈബ്. നല്ലതല്ലേ, വെയിലൊക്കെ മാറി പിന്നെ ജസ്റ്റ് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് നേരെ ഗ്രാൻഡ് വേൾഡും കൂടെ കവർ ചെയ്യണമല്ലോ ഇന്ന്. അതുകൊണ്ട് എനിക്ക് അവിടെ ചുറ്റിത്തിരിയാൻ സമയം ഉണ്ടായില്ല. ലൈറ്റ് ഷോയും കാണാനും പറ്റിയില്ല. അപ്പം നമ്മൾ ഡ്രൈവറും വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഇറങ്ങി ലൈറ്റ് ഷോന് പോവാണ്. ഗ്രാൻഡ് വേൾഡ് എത്തി. ഇതാണ് ഗ്രാൻഡ് വേൾഡ്. ഇതിൽ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് പോയത് ഇവിടെ കേട്ടോ, ടെഡി ബിയർ മ്യൂസിയം. ഗ്രാൻഡ് വേൾഡിൽ തന്നെ കുറേ ടെഡി ബിയേഴ്സും അവരുടെ ഹിസ്റ്ററിയും അങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര വാവയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല, നമുക്കും അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം അതിനെപ്പറ്റി അറിയണ ആൾക്കാർ എന്ന് വെച്ചാൽ പല ടൈപ്പ് ടെഡി ബിയർ, അവരുടെ ഒറിജിൻ, അതിൻ്റെ ഹിസ്റ്ററി, അങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പം ചിലപ്പം കുറച്ചുകൂടി വലിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല, വാവയ്ക്കും അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല. അപ്പം ഞങ്ങൾ വേഗം ഓടിച്ചിട്ട് കണ്ട് എന്തെങ്കിലും ടിക്കറ്റ് എടുത്താണല്ലോ, എന്നിട്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്, ടെഡി ബിയർ മ്യൂസിയം. പിന്നെ ഇത് മൊത്തം നല്ല എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനും പിന്നെ ഷോപ്പിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ ബഗ്ഗി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് അപ്പുറത്തോട്ടും പോകണമെങ്കിൽ ബഗ്ഗി വിളിച്ച് പോയാൽ മതി. അപ്പം അത് നടക്കേണ്ട കാര്യത്തിൽ അത്ര ഇഷ്യൂ ഇല്ല. പിന്നെ ഇവിടെ വേറൊരു സംഭവമുള്ളത്, ഈ വെനിസ് ബോട്ട് റൈഡ് പോലത്തെ സംഭവമില്ല, അവിടേക്ക് ഞങ്ങൾ പോയി. പക്ഷെ ഞാൻ കയറിയില്ല കേട്ടോ. പിന്നെ പോകണ വഴിക്ക് ഇത് കണ്ടത്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ മറ്റേ വാട്ടർ ടാക്സി. അതേ വൈബ് ചെയ്യുന്നുണ്ടോ. ആക്ച്വലി ഇതേ അതിൻ്റെ ഉള്ളിലൊരു കൾച്ചറൽ ഫെസ്റ്റിവൽ സംഭവം നടക്കുന്നുണ്ട്. അതിന് നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. അതും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ടിക്കറ്റ്സ് ഉള്ളത്. ഞങ്ങൾ ടിക്കറ്റ്സ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ്. ഇവർ ആക്ച്വലി ഇടയ്ക്ക് പുറത്ത് വന്ന് ഡാൻസൊക്കെ കളിക്കും, അതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഇടയ്ക്ക് ഏച്ചിയുടെ പേഴ്സ് കാണാണ്ടായി, കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു. പിന്നെ കിട്ടി എനിവേസ്. പിന്നെ ഇത് വെറുതെ ഇങ്ങനെ മുള വെച്ച് കൺസ്ട്രക്ട് ചെയ്തൊരു സംഭവം കേട്ടോ, നല്ലതായിട്ടില്ലേ കാണാൻ. പ്രത്യേകിച്ചൊന്നുമില്ല ഉള്ളിൽ, ജസ്റ്റ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോവാം എന്ന് മാത്രം. നല്ല രസമല്ലേ കാണാൻ. ജസ്റ്റ് ഒരു വൈബിന് വേണ്ടി ഉണ്ടാക്കിയിട്ടതാണെന്ന് തോന്നുന്നു.
വാവ പിന്നെ എൻജോയിങ് ആയിരുന്നു കേട്ടോ. അവന് പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞുങ്ങളെ കാണണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ചേച്ചി വന്നപ്പോൾ അവന് നല്ല സന്തോഷമായി. ചേച്ചീൻ്റെ കൂടെ കളിക്കാൻ പോവാണേ. ഇതിന് പിന്നെ ഞങ്ങൾ അധികമൊന്നും അവിടെ ചുറ്റിത്തിരിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ വേഗം റൂമിൽ പോയി, ബിക്കോസ് എനിക്ക് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, വാവക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രാവിലെയാണ് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര അറിയപ്പറിയായിപ്പോയി. ചില വന്നത് പറഞ്ഞില്ല, പോണത് പറഞ്ഞില്ല, പെട്ടെന്ന് ഡേയ്സും തീർന്നു. എന്നാൽ അങ്ങനെ റിലാക്സ്ഡ് വല്ല റഷുമായിരുന്നു. എനിവേസ് ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ടാക്സി കേട്ടോ, നമ്മുടെ വെനീസ് വൈബ്സ് എന്ന സാധനം. പക്ഷേ ഞാൻ കയറിയില്ല കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനെ കയറാനൊന്നും മുട്ടിയില്ല, ജസ്റ്റ് ഞങ്ങളിന്ന് കണ്ടു സാധാരണ പോലെ തന്നെ. പിന്നെ വാവനെ വെച്ച് ബോട്ടിൽ എനിക്ക് പേടിയുണ്ടായി, അതുകൊണ്ട് ഞാൻ കയറി. പിന്നെ അത് രാവിലെ എണീറ്റ് ഫുഡ് കൊടുക്കൽ സീൻസാണ്. അയ്യോ, ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാരൻസ് വരുന്നു, പാടെ നോക്കി. ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ വേഗം റെഡിയായി. ഒരു 10-10:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാറായി കേട്ടോ. അങ്ങനെ ബൈ ബൈ ഫുക്കോക്ക്. ബട്ട് എന്നാലും ഫസ്റ്റ് ട്രിപ്പാണെങ്കിലും ഇത്തിരിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനി എല്ലാ മിസ്റ്റേക്സും കറക്റ്റ് ചെയ്ത് അടുത്ത തവണ നമ്മൾ അടിപൊളി ട്രിപ്പ് പോകും. അപ്പോൾ ബൈ, ഇനി അടുത്ത തവണ കാണാം. ഐ ലവ് യു.